ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മടി കാരണം കൊണ്ട് ചെയ്യാത്തതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ച് ഇന്ന് എന്തായാലും ഒന്ന് ചെയ്യാം. കാരണം ഞാൻ ഇന്ന് മാമൻ്റെ വീട് വരെ പോകുന്നുണ്ട്. നിമോശാണെങ്കിൽ വീടുന്ന് എങ്ങനെയോ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോവാമേ, വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കുമ്പോൾ മടുത്തു. അപ്പം ഇപ്പോൾ പിള്ളേർക്കെല്ലാം സ്കൂളില്ലത് കൊണ്ട് ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കൂളെല്ലാം പൂട്ടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ചേച്ചിമാരെല്ലാം ഉണ്ടാവും അവിടെ, അപ്പോൾ കളിക്കാൻ പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഓളെ കൊണ്ട് പോവേന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കരിവള്ളൂരാന്ന് വീട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിന്. പോയപ്പോൾ എല്ലാവരും ഉണ്ടായിന്, ഏട്ടനും വന്നിട്ടുണ്ടായിന്, പിന്നെ ലച്ചും ഉണ്ടായിന്, നോക്ക് കളിക്കാൻ ചേച്ചി ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയാൽ പിന്നെ അവിടെ നല്ലൊരു വൈബാണ്, ഇങ്ങനെ കളിക്കാനും ആക്കാനും എല്ലാവരും ഉണ്ടാവും. വീട്ടിലെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, അപ്പോൾ കളിക്കാൻ വേറെ വീട്ടിൻ്റെ അടുത്തൊന്നും പിള്ളേരൊന്നും ഇല്ല. അതുകൊണ്ട് ഓക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ പശു എന്തെല്ലാം ഉണ്ട്, ഓക്ക് പശുവിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ കണ്ടുണ്ട്, അപ്പോൾ കണ്ടത്തിലെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ അത് മാമൻ്റെ ഓട്ടോറിക്ഷയാണ് കേട്ടോ. മാമൻ്റെ ഓട്ടോറിക്ഷയിലെല്ലാം എടുത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിന്. പിന്നെ പോയപാട് ഒരു കക്കിരിക്ക തന്നിട്ടുണ്ടായിട്ട്, നല്ല അടിപൊളി നല്ല ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ട കക്കിരിക്ക തന്നിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല നെയ്ച്ചോറും നല്ല വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയും ഉണ്ടായിന്, പിന്നെ അച്ചാറും ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. നല്ല മാമൻ ഒരു ദേഹണ്ണം കൂടിയാണ്, അപ്പോൾ മാമനെല്ലാം നല്ല വൃത്തിക്ക് ഉണ്ടാക്കും, നല്ല ടേസ്റ്റിൽ. പിന്നെ പായസം കൂടി ഉണ്ടായിന്, നല്ല പാൽപ്പായസം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു കട്ടൻ കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇത് അപ്പുറത്ത് വേറൊരു മാമനുണ്ട്, അപ്പോൾ ആ മാമൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന്. അവിടെ കുറേ പൂച്ചകളുണ്ട്. അപ്പോൾ പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിന്, 3-4 കുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞിപ്പൂച്ച ഉണ്ട് മാമൻ്റെ മേലിൽ കയറി ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി പൂച്ചേനെല്ലാം കണ്ടു. പിന്നെ ഞാനും പ്രിയേച്ചിയും പിള്ളേരും കൂടി ഒന്ന് കണ്ടത്തിലേക്കൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പ്രിയേച്ചി എൻ്റെ ബാക്കിൽ ഒളിച്ചുവിടായിരുന്നു. പ്രിയേച്ചി പറഞ്ഞാൽ എന്നെ വീഡിയോയിൽ എടുക്കല്ലേ, എന്നെ യൂട്യൂബിൽ ഇടല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ പ്രിയേച്ചിക്ക് എൻ്റെ പിറകിൽ ഒളിച്ചോടിയിട്ട്, അപ്പോൾ പുള്ളിക്കാരിനെ എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കണ്ടത്തിലേക്ക് നടക്കാൻ പോയി. നല്ല വൈകുന്നേരമായിനി നമ്മൾ ഇത് പോകുമ്പോൾ കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ടായിനി. അസ്തമന സൂര്യനെല്ലാം ശരിക്കും അവിടെ നിന്ന് കാണാൻ പറ്റീനി. പിന്നെ നെല്ലെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്, അതുകൊണ്ട് ഇഷ്ടംപോലെ മറ്റേ നെല്ലെല്ലാം ഇങ്ങനെ മെതിച്ചിട്ട് ഇങ്ങനെ പുല്ലാക്കി വെച്ചിട്ടുണ്ടായിട്ട്. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുല്ലുണ്ടാവുമല്ലോ, അപ്പോൾ പശുവിന് കൊടുക്കുന്നത് അതെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ടായിന്. മിഷ്യനാണ്, മറ്റേ കൈ കൊണ്ട് ചെത്തിയതല്ല. അതുകൊണ്ട് തന്നെ നെല്ല് കൃഷി കഴിഞ്ഞപ്പോൾ അവരെന്തോ പയർ ഇട്ടിട്ടുണ്ടായിന്, നല്ല ചെറുപയർ, ഉഴുന്നും അങ്ങനെ എന്തെല്ലോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാൻ അപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിന്നെ പ്രിയേച്ചറിന് ഞാൻ നിൻ്റെ കുറേ വീഡിയോസ് എടുത്തു തരാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ നടക്കുന്ന പ്രഹസനമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ടത്തിലേക്കൂടെ ഈ കണ്ടു ഇതെല്ലാം നമുക്ക് പണ്ടേ ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് LP സ്കൂളിൽ പഠിച്ചിന്, നമ്മളെ എടനാട് ഈസ്റ്റ് LP സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിന്. അപ്പം നമ്മൾ പോലെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മൾ കണ്ടം കഴിഞ്ഞിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മറ്റേ റോഡും ഉണ്ട്, താറിട്ട റോഡും ഉണ്ട്. പക്ഷെ നമ്മൾ ആ റോഡിലേക്കൂടെ പോലില്ല, നമ്മളിങ്ങനെ കണ്ടത്തിലേക്കൂടെയാണ് കേട്ടോ പോലെ. എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ ബാലാമണിയോളും ഞാനിങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പോലെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നെല്ലാം പറയില്ല, അവർ പൂച്ചേനോടും കാക്കേനോടും വരെ വർത്താനം പറയുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ വർത്താനം പറഞ്ഞ് കണ്ടെല്ലാം അങ്ങനെ ഇതാക്കി അങ്ങനെയാണ് നമ്മൾ പണ്ട് വരല്. പിന്നെ നമുക്ക് കുറേ വീടുണ്ടായിന് ഓരോരോ അമ്മമ്മേൻ്റെയിലും. ആ വീട്ടിലെല്ലാം കയറി വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് പണ്ട് നമ്മൾ വരലുണ്ടായിന്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നിട്ട് ഈ നടക്കുന്ന നടത്തത്തിലേക്കൂടെ. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയായി, കാരണം നമ്മൾ കണ്ടത്തിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. മുന്നേൽ പോലുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ കണ്ടെല്ലാം നെല്ലെല്ലാം മെതിച്ചതിന് ശേഷം അതിൻ്റെ പുല്ലാടെ കൂട്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഈ സ്ഥലത്താണ് കേട്ടോ നല്ലോണം ചെറുപയർ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുപയർ കാണിച്ചു തരാം. ആ ചെറുപയർ നമ്മൾ ഇടയിൽ കാണുന്നുണ്ട്. പിന്നെ ഇത് ആരതോ ആണ്, നമ്മളതല്ലാത്തതുകൊണ്ട് പറിക്കാനൊരു മടി ഉണ്ടായിന്. പിന്നെ ഞാൻ ഏതായാലും വീഡിയോക്ക് വേണ്ടി ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിട്ടോ 2-3 വാള്. അപ്പോൾ ഇതാണ് ഗൈസ് ചെറുപയർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെറുപയർ ഇങ്ങനെ കാണുന്നത്. ഉഴുന്നെല്ലാം കണ്ടിട്ടുണ്ട്, ഉഴുന്നും മമ്പയറും കണ്ടിട്ടുണ്ടായിന്, പക്ഷേ ചെറുപയർ ആദ്യമായിട്ട് കാണുന്നത്. നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട്. നല്ല നല്ല ടേസ്റ്റ് ചെയ്താകുമ്പോൾ പിന്നെ അങ്ങനെ വിഷമൊന്നും അടിക്കില്ല. നമ്മളെ യൂസിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അപ്പുറമുള്ളവരെല്ലാം നട്ടതാണ്. അപ്പോൾ ഈ ഫുൾ കണ്ടും ചെറുപയറാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിലാമറ്റും പിന്നെ അമ്മായി പറയുന്നുണ്ടായിരുന്നു ഉഴുന്നാമറ്റും ഇട്ടിട്ടുണ്ടെന്ന്.
അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് ചെറുപയറാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഇതെന്നാ സാധനം ഇതെന്നാ സാധനം അവർക്ക് തിന്നാൻ വേണമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒരു അരി പൊട്ടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ചെറുപയറുമണി വിത്താണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. കണ്ട ഇത് കയ്യിലെടുത്തിട്ട് കണ്ട. അപ്പോൾ ഇതെല്ലാം നമ്മൾ അടന്ന് തിന്നു. അത്രേ പറിച്ചിട്ടില്ല, ഒരു 2 വാളേ പറിച്ചിട്ടുള്ളൂ. കാരണം അവർ കൃഷി ചെയ്തിട്ടതല്ലേ. അപ്പോൾ ആടി ഈടിയെല്ലാം എന്തെല്ലോ ഉണ്ട് കണ്ടത്തിൽ. ഇനി നമ്മൾ പോകുന്നത് മാണിയാട്ട് തോട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയൊരു തോടുണ്ട്. മഴക്കാലത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവുന്ന തോടാണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നമ്മൾ സൂര്യൻ ചേട്ടനെ കണ്ടത്. സൂര്യൻ ഇത് അസ്തമിക്കാൻ പോയിട്ടുണ്ടായിന്. ഫുൾ കണ്ട അത് ഫുൾ ഓറഞ്ച് കളറായിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഞാൻ സൂര്യനെ കയ്യിലെടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എനിക്ക് പ്രിയേച്ച് എടുത്ത് തന്നിട്ടുണ്ടായിന്. അങ്ങനെ സൂര്യനെ കുറച്ച് സമയം കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും കണ്ടത്തിലേക്കൂടെ നടന്നു കേട്ടോ. കുറച്ച് ദൂരം നടക്കണം, എന്നാലേ മാണിയാട്ട് തോടെത്തു. മാണിയാട്ട് തോട് എന്ന് പറയുന്നത് കരിവള്ളൂരത്ത് എല്ലാവർക്കും ഭയങ്കര പ്രശസ്തമായിട്ടുള്ള തോടാണ് കേട്ടോ. എല്ലാവരും പറയുന്നൊക്കെ മാണിയാട്ട് തോട് എന്ന്. അപ്പോൾ നമ്മൾ തോട്ടിൽ പോവേന്ന്. പക്ഷെ വെള്ളമുള്ള സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ മാണിയാട്ട് തോട്ടിൽ പോകുന്നത് കേട്ടോ. നല്ല വൈബാണ് അടി ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ്. നമ്മൾ ഇങ്ങനെ അടി ഇരുന്ന് ഉറങ്ങിപ്പോവും. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നാടിലൊരു പാലമുണ്ട്. പിന്നെ അതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഞാനിപ്പോൾ നടന്നു വന്നില്ലേ, അത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പെടുന്നതും അതിൻ്റെ അപ്പുറത്ത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. അത് അതിൻ്റെ വലിയ ഹൈലൈറ്റ്. ആ പാലത്തിൻ്റെ ഇപ്പുറം കരിവള്ളൂർ നമ്മൾ കണ്ണൂർ ജില്ലയിൽ പെടുന്നതും അപ്പുറം ഏത് സ്ഥലമാണെന്നറിയില്ല, പക്ഷേ അത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. അങ്ങനെ ആ പാലത്തിന് അങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പോൾ എനിക്കത് അറിയുന്നുണ്ടായില്ല, എനിക്ക് ഏച്ചിയാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് നമ്മളെ തോട് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേനൽക്കാലമല്ലേ വറ്റി വരണ്ടിട്ടുള്ളത്. ഇപ്പം വെള്ളമുള്ള സമയത്ത് ഫുള്ള് വെള്ളം കയറിയിട്ട് ആ പാലം വരെ മൂടും. അത്രക്കും വെള്ളം ഉണ്ടാവും തോട്ടിൽ. അപ്പം ഇതപ്പുറം പിന്നെ കടയിലുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഇതിന് ജലസേചനം വലിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെയൊന്നും അങ്ങനെ വലിയ കൃഷിയില്ലാത്തത്. കാരണം തോട്ടിലൊന്നും വെള്ളം ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ജലസേചനം ആടെയൊന്നും ഉണ്ടായിട്ടെന്നല്ലോ അങ്ങനെ ഒന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല തോട്ടിൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ തോട്ടിൽ നിന്ന് ഓരോരോ ഇങ്ങനെ കഥ പറയുന്നു കേട്ടോ. ഞാനും പ്രിയേച്ചിയും കൂടി മഴക്കാലത്ത് ആടി ഇങ്ങനെ ഉണ്ടായിനി അങ്ങനെ ഉണ്ടായിന്നല്ല പ്രിയേച്ചി എനിക്ക് പറയുന്നുണ്ടായിനി. അപ്പോൾ പിന്നെ പ്രിയേച്ചി പറഞ്ഞു നീ ഒന്ന് ആ തോട്ടിലേക്കൂടെ നടന്നിട്ട് വാ, ഞാൻ നിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രഹസനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറാൻ ഇച്ചിരി പണിയുണ്ടായിന്. കാരണം നല്ല പുളിയൻ ഉറുമ്പില്ല, ചോണൻ ഉറുമ്പുണ്ടായിന്. അങ്ങനെ നല്ലൊരു സായാഹ്നം കണ്ട് നമ്മളായിരുന്നു കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചോദിച്ചാൽ ബൈ ബൈ.